അരുവിക്കര ഡാം പാലം തകർച്ചാ ഭീഷണിയിൽ. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിക്കുകയും പിന്നീട് കോൺക്രീറ്റ് പാലമായി മാറ്റുകയും ചെയ്ത അരുവിക്കര ഡാം പാലം അപകടാവസ്ഥയിലാണെന്ന് പരാതി. പാലത്തിന്റെ വശങ്ങളിലെ ഭിത്തികൾ പലയിടത്തും തകർന്നു വീഴാറായ നിലയിലാണ്. 7 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ പാലം പുതുക്കി പണിതിട്ട് 40 വർഷം പിന്നിട്ടു. അതിനുശേഷം കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികളും രാഷ്ട്രീയ നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരം, വെള്ളനാട്, ആര്യനാട്, കുറ്റിച്ചൽ, കാട്ടാക്കട തുടങ്ങിയ മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. KSRTC ബസ്സുകൾ, വാട്ടർ അതോറിറ്റിയുടെ വാഹനങ്ങൾ, ക്വാറികളിലേക്കുള്ള ടിപ്പർ ലോറികൾ, സ്കൂൾ വാഹനങ്ങൾ തുടങ്ങി ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. പാലം അതീവ ഇടുങ്ങിയതായതിനാൽ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പുതിയ പാലം നിർമ്മിക്കുകയോ നിലവിലെ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം പണിയുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ പാലം അപകടാവസ്ഥയിലായിട്ട് ഒരു 20 വർഷം വരും. ഇതുവരെ ബന്ധപ്പെട്ട ഒരു വകുപ്പുകളുടെയും ഒരു അധികാരികളുടെയും നിലവിൽ ഇവിടെ അന്നുണ്ടായിരുന്ന ഒരു സർക്കാരുകളെയും നാളെ ഇന്ന് വരെ ഒരു സർക്കാരുകളും അതിന് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റുകളും അതിനു വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കാർത്തികേയൻ സാർ MLA ആയിരുന്ന സമയത്ത് ഇവിടെ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം എന്താണ് നമ്മളിവിടെ ടൂറിസത്തിന്റെ സംവിധാനം നടന്നിട്ടുള്ളത്? ഒരു സംവിധാനവും ഒരു വികസനവും അരുവിക്കരയെ പറ്റി നടക്കാറില്ല. ഈ അരുവിക്കര സംബന്ധിച്ച് അരുവിക്കരയിൽ നിന്നാണ് നമ്മുടെ ജില്ലയിലും അതിനപ്പുറവുമുള്ള ആൾക്കാർക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നത് ഈ അരുവിക്കരയിൽ നിന്നാണ്. അപ്പൊ ഈ അരുവിക്കര ഡാമിന് അനേകായിരം കൈവഴികൾ ഈ ഡാമിന്റെ റിസർവ് ചുറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഡാമിനകത്ത് തന്നെ മുമ്പൊരിക്കൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും റൂമിനകത്തുനിന്ന് ടോയ്ലറ്റ് വേസ്റ്റ് ആദ്യം തുറന്നുവിടുന്ന സംവിധാനം ഉണ്ടായി. അന്ന് ഇവിടുത്തെ പ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് അതിന് വേണ്ടി വിഷയങ്ങളുണ്ടാക്കി, പരാതികൾ കൊടുത്തു, പ്രതിഷേധം തന്നെ നടത്തിയതിന്റെ പേരിലാണ് ഇവിടുന്ന് അധികാരികൾ വന്ന് അതിനെ ചുറ്റും നോക്കി കണ്ടുപിടിച്ചു, അതിനെ മാറ്റം ചെയ്യിച്ചത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രമക്കേടുകൾ ഇവിടെ നടക്കുകയാണ്. ഈ ഡാമുമായിട്ട് സംബന്ധിച്ച ഒരു സംരക്ഷണവും ഒരു സർക്കാരോ വാട്ടർ അതോറിറ്റിയോ നൽകുന്നില്ല. ഇത് നമ്മളെ ഈ നാട്ടിനൊരു വാട്ടർ അതോറിറ്റി ആവശ്യമായ സ്ഥലം വിട്ടുകൊടുക്കുകയും ഈ ടൂറിസം പദ്ധതി അരുവിക്കരയെ സംബന്ധിച്ച് നടപ്പിലാക്കുകയും അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഗതാഗത സൗകര്യമുള്ള ഇപ്പോഴത്തെ പാലം വേറൊരു പാലം, അതായത് ഈ പഴയ പാലം നിലനിർത്തിക്കൊണ്ട് ഈ പഴമയെ നിലനിർത്തിക്കൊണ്ട് അത് പൊളിച്ചു കളയാതെ പുതിയൊരു പാലം ചെയ്ത് ഈ അരുവിക്കരയുടെ മുഖച്ഛായ മാറ്റണം. വേറൊന്ന്, ഇതിനേക്കാളും എത്രയോ മറ്റുള്ള ഏതെല്ലാം സ്റ്റേറ്റുകളിൽ ഇതേപോലുള്ള സംവിധാനം ഉണ്ടോ എങ്കിൽ ഇത് കംപ്ലീറ്റ് ഹാൻഡ് ബോട്ടിങ് സൗകര്യം, പെഡസ്റ്റൽ ബോട്ടിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഈ റോഡിന്റെ ബമ്പനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന റോഡിന്റെ അതേ സമാന്തര റോഡ് നിർമ്മിച്ചുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാ കോരപ്പുല്ലും ചെളിയൊക്കെ മാറ്റി ഈ ഡാമിന്റെ റിസർവ് ഇവിടുന്ന് തുടങ്ങി കൂവക്കുടി മുതൽ കാഞ്ചിക്കവള വരെ, കളിയിക്കവള വരെ അതുവഴി കറങ്ങി ഇത്രയും വരുമ്പോൾ തന്നെ നല്ലൊരു സംവിധാനം, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറും. അതിന്റെ രീതിയിലുള്ള എസ്റ്റിമേറ്റുകളൊക്കെ തയ്യാറാക്കി നല്ലൊരു എഞ്ചിനീയറിംഗ് സെക്ഷനെ കൊണ്ടെല്ലാം ക്ലിയർ ചെയ്തെടുത്താൽ അരുവിക്കര നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ഏറ്റവും നല്ലൊരു സംവിധാനമായി നമുക്ക് മാറ്റാൻ കഴിയും. ആ ഡാമിന്റെ അടിസൈഡിലുണ്ടായിരുന്ന മുമ്പ് കുറെ ക്ഷേത്രവുമായിട്ട് ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ മത്സ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിന് ഒരു ചെക്ക് ഡാം പോലെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ ഏതെങ്കിലും കാരണവശാല് ഇതിൽ നിന്ന് മീനുകൾ താഴെ ചാടിയാൽ തിരിച്ചു കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. അങ്ങനെ ഇപ്പോൾ അവിടെ 100% നിന്ന് ഒരു 20% മീനുകൾ മാത്രമാണ് ആൾക്കാരുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡാമിൽ നിന്ന് 1 സെന്റിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ അത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള അവസ്ഥ ഇന്ന് ഈ ഡാമിനില്ല. ആ 1 സെന്റിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഡാം അപ്പോഴും ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും, തുറന്നു വിടേണ്ടതായിട്ട് വരും. അങ്ങനെ അനേകം തവണ ഇതിനു വേണ്ടി നിവേദനങ്ങൾ കൊടുക്കുകയും അന്ന് ഇവിടെ രാജ്യസഭാ MP ആയിരുന്ന സുരേഷ് ഗോപിയെ അന്നത്തെ ഇവിടത്തെ BJPയുടെ ആൾക്കാർ കൊണ്ടുവന്ന് ഈ ഡാം മൊത്തം ചുറ്റിക്കാണിച്ചു. എന്നിട്ട് വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഡാമിലെ കോരപ്പുല്ലും ചെളിയും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ തുക അനുവദിച്ചു കൊടുക്കാം, ഒരു എസ്റ്റിമേറ്റ് തയ്യാറായി കൊടുത്താൽ മതി എന്ന് മാത്രം പറഞ്ഞിട്ട് പോലും എത്രയോ മാസങ്ങളും വർഷങ്ങളായിട്ട് അത് ചെയ്യാൻ തയ്യാറായിട്ടില്ല.
വേണ്ടപ്പെട്ട അധികാരികളടുത്ത് പറയാനുള്ളത്, ഈ പാലം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് വേറൊരു പാലം, 2 വരിയുള്ള ഒരു പാലം പുതുക്കി പണിത് ഇവിടുന്ന് ഡാമിന് അക്കരയ്ക്കുള്ള, അതായത് വെള്ളനാട് ആറനാട് കുച്ചിൽ ഭാഗത്തേക്ക് പോകുന്നുള്ള ആ വഴി പുതിയ പാലത്തേക്കുള്ള യോജിപ്പിച്ച് നല്ല രീതിയിലുള്ളൊരു ഗതാഗത സൗകര്യം ഏർപ്പെടുത്തി പഴയ പാലം അതിൻ്റെതായ പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത്. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി അപകട സാധ്യത ഒഴിവാക്കിയില്ലെങ്കിൽ ജനകീയ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് അരുവിക്കര ചെറിയ കൊണ്ണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോപ്പിൽ ശശിധരൻ, BJP വക്താവ് കൈതക്കുഴി സോമൻ, ശ്രീജിത്ത് എന്നിവർ മുന്നറിയിപ്പ് നൽകി. ഈ പാലത്തിലൂടെ കടന്നുപോകാൻ കഴിയാത്ത രീതിയിൽ വളരെ അപകടകരമായ രീതിയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഭിത്തികളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുകയാണ്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വാഹനം വന്നാൽ അതിന് മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. എത്രയും വേഗം സമാന്തരമായി ഒരു പാലം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഈ പാലം പൊട്ടിപ്പോകുന്നതിന് അടിയന്തരമായി അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇതൊരു അപകടത്തിലേക്ക് പോകാൻ ഉള്ള സാധ്യത വളരെ വിദൂരമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ ഇതിന്റെ അധികാരികൾ എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ വമ്പിച്ച ജനപ്രക്ഷോഭം, വളരെ ശക്തമായ രീതിയിലുള്ള സമരമാർഗത്തിലേക്ക് ഞങ്ങൾ തിരിയും. അതിനുള്ള ഇടയുണ്ടാകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണികൾ പൂർത്തിയാക്കുന്നതിന്, അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് ഇവിടുത്തെ ഗതാഗത കുരുക്കും അപകടവും ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. GTV ന്യൂസ്, കാട്ടാക്കട.